എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ ഒരു വീഡിയോ കാണുന്ന പലരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നായിരിക്കാം ഇറ്റലിയിലേക്ക് ജോലി ആവശ്യത്തിനായി പോവുക എന്നത്. ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും ഇതിനോടകം തന്നെ നുള്ളോസ്ത നേടിയിരിക്കാം, അല്ലെങ്കിൽ വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കാം. ചിലർ ടിക്കറ്റ് എടുക്കാനുള്ള തയ്യാറെടുപ്പിലുമായിരിക്കും. പക്ഷേ ഒരു കാര്യം, ഇറ്റലിക്ക് പോകും മുമ്പ് നിങ്ങൾ യാഥാർത്ഥ്യത്തിൽ എന്തൊക്കെയാണ് അറിയേണ്ടത്? സോഷ്യൽ മീഡിയയിലെ റീലുകളിൽ കാണുന്നത് എന്താണ്? വലിയ വീടുകൾ, നല്ല നല്ല കാറുകൾ, യൂറോയിലുള്ള വലിയൊക്കെ ശമ്പളം, സന്തോഷകരമായ ഒരു ജീവിതം. പക്ഷെ ഈ ഒരു ചിത്രത്തിൻ്റെ മറുവശം പലപ്പോഴും ഒരു സോഷ്യൽ മീഡിയയിലും ആരും പറയാറില്ല. ഇറ്റലിയിൽ എത്തിയ ശേഷം ആദ്യ ദിവസം എങ്ങനെയായിരിക്കും? എയർപോർട്ടിൽ ഇറങ്ങിയ ഉടൻ എന്ത് സംഭവിക്കുന്നു? ജോലി നൽകുന്ന കമ്പനി പറഞ്ഞതുപോലെ തന്നെയാണോ കാര്യങ്ങൾ നീക്കുന്നത്? താമസ സൗകര്യം ഉണ്ടാകുമോ? ആദ്യ ശമ്പളം ലഭിക്കാൻ എത്ര സമയമെടുക്കും? പെർമിസോ ദി സൊജോർണോ ഇല്ലെങ്കിൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുക? ഹായ് ഓൾ, ഞാൻ അഖില ടിവിൻ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വിശദമായി അറിയാം. കൂടെ തന്നെ ഇറ്റലി റിയൽ ഇൻഫർമേഷനും ഇമിഗ്രേഷൻ പ്രോഗ്രാമുകളെക്കുറിച്ചും ഒപ്പം ഇറ്റാലിയൻ ലാംഗ്വേജും അടങ്ങിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മറക്കാതെ ആ ലൈക്കും കൂടി ഒന്ന് ചെയ്തേക്കണേ. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നമുക്കിന്ന് ആദ്യം നുള്ളോസ്തയിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് യഥാർത്ഥത്തിൽ നുള്ളോസ്ത? ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കുകളിൽ ഒന്നാണ് നുള്ളോസ്ത. പലർക്കും അത് ലഭിച്ചു കഴിഞ്ഞു, പലരും അതിനായി ഇപ്പോഴും കാത്തിരിക്കുന്നു. എന്നാൽ വളരെ കുറച്ച് ആളുകൾക്കാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം പോലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നുള്ളോസ എന്നത് ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനുമതി പത്രം മാത്രമാണ്. ഇറ്റലിയിലെ ഒരു തൊഴിലുടമ നിങ്ങളെ ജോലിക്കായി കൊണ്ടുവരാൻ അപേക്ഷ നൽകുന്നു. അതുമായി ബന്ധപ്പെട്ട അധികാരികൾ അത് പരിശോധിക്കുന്നു. അവർക്കെല്ലാം ശരിയാണെന്ന് തോന്നിയാൽ അവർ തന്നെ ഒരു അനുമതി നൽകുന്നു. അതാണ് നുള്ളോസ്ത. പക്ഷെ ഇവിടെ ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട്. നുള്ളോസ്ത കിട്ടി എന്നത് വിസ കിട്ടി എന്നല്ല. ഇത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം പലരും ഈ ഘട്ടം തന്നെ ആഘോഷം തുടങ്ങും. ടിക്കറ്റ് നോക്കുന്നു, ബാഗ് പ്രിപ്പയർ ചെയ്യുന്നു, ജോലി രാജിവെക്കും. പക്ഷെ യാഥാർത്ഥ്യത്തിൽ വിസ പ്രക്രിയ ഇനിയും ബാക്കിയുണ്ട്. അതിനാൽ ക്ഷമയോടെ മുന്നോട്ട് പോകണം. എന്തുകൊണ്ടാണ് ചിലർക്ക് വൈകുന്നത്? ഇത് പലരും ചോദിക്കുന്ന ചോദ്യമാണ്. എൻ്റെ സുഹൃത്തിന് വിസ കിട്ടി, എനിക്ക് കിട്ടിയില്ല. എൻ്റെ നുള്ളോസ്ത വന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞു. ഇതിന് പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഡോക്യുമെന്റുകൾ പരിശോധനയ്ക്ക് ഇനിയും സമയമെടുക്കാം. ചിലപ്പോൾ എംബസിയിൽ കൂടുതൽ അപേക്ഷകൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ചെറിയ ചില ഇൻഫർമേഷന്റെ വ്യത്യാസങ്ങൾ പോലും വൈകലിന് കാരണമുണ്ടാക്കാം. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് വിഷമിക്കേണ്ടതില്ല. ഇതിലെ ഓരോ കേസുകളും വ്യത്യസ്തമാണ്. ഇനി നമുക്കൊരു പ്രധാന കാര്യം നോക്കാം. നുള്ളോസ്ത കിട്ടിയാൽ ഉടൻ ചെയ്യേണ്ട ഒരു 5 കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായി, നിങ്ങളുടെ എല്ലാ രേഖകളും വീണ്ടും പരിശോധിക്കുക. പാസ്പോർട്ടിലെ പേര്, ജനന തീയതി, മറ്റു വിവരങ്ങൾ എല്ലാം കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമതായിട്ട്, നിങ്ങളുടെ തൊഴിലുടമയുമായിട്ട് വീണ്ടും നല്ലൊരു ബന്ധം പുലർത്തുക. നിങ്ങൾ എത്തുന്ന തീയതി സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും അവരെ കൃത്യമായി തന്നെ അറിയിക്കുക. മൂന്നാമതായിട്ട്, ഇമെയിൽ, വാട്സപ്പ്, ഫോൺ നമ്പർ എന്നിവ സുരക്ഷിതമായി തന്നെ നിങ്ങളുടേത് സൂക്ഷിക്കുക. ഇനി നാലാമത്തേത്, ഡോക്യുമെന്റുകളുടെ ഡിജിറ്റൽ കോപ്പി ക്ലൗഡിലോ ഇമെയിലോ സൂക്ഷിക്കുക. അഞ്ചാമതായിട്ട്, ഇറ്റലിയെക്കുറിച്ച് പഠിച്ചു തുടങ്ങുക. ഇവിടുത്തെ നിയമങ്ങൾ, സംസ്കാരം, ജീവിത ചെലവ്, ഗതാഗത സംവിധാനം ഇവയെക്കുറിച്ചൊക്കെ മുൻകൂട്ടി അറിവ് നേടുക. ഇതിനെക്കുറിച്ചൊക്കെയുള്ള ചെറിയ ചെറിയ വീഡിയോകൾ നമ്മുടെ ചാനലിലുമുണ്ട്. ലിങ്കുകൾ ഞാൻ താഴെ ചേർത്തേക്കാം. ആവശ്യമുള്ളവർ ഒന്ന് കണ്ടു നോക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് അത്രമേൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ പലരും കുടുംബത്തോട് പറയുന്നത് കേൾക്കാം, എനിക്ക് നുള്ളോസ്ത കിട്ടി, ഞാൻ അടുത്ത മാസം തന്നെ ഇറ്റലിക്ക് പോകും. പക്ഷെ പിന്നീട് അവരുടെ വിസ വൈകുന്നു. അപ്പോൾ മാനസിക സമ്മർദ്ദം വർദ്ധിക്കുന്നു. അതിനാൽ ഒരു കാര്യം ഉറപ്പാകുന്നതുവരെ വലിയ സാമ്പത്തിക തീരുമാനങ്ങളൊന്നും എടുക്കരുത്. സ്വത്തൊന്നും വിൽക്കരുത്. രാജിവയ്ക്കുന്നതിൽ പോലും നിങ്ങൾ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ഓരോ ഘട്ടവും ഉറപ്പായതിനു ശേഷം മാത്രമാണ് അടുത്ത തീരുമാനത്തിലേക്ക് പോകാവൂ.
ഇനി പൊതുവെ വരുന്ന മറ്റൊരു ചോദ്യമാണ്, ഇറ്റലി യാഥാർത്ഥ്യത്തിൽ ഈ പറയുന്ന അവസരങ്ങളൊക്കെയുള്ള രാജ്യം തന്നെയാണോ? ശരിക്കും അതെ. പക്ഷെ അതോടൊപ്പം വെല്ലുവിളികളും ഉള്ള ഒരു രാജ്യം തന്നെയാണ്. ഇറ്റലിയിൽ നല്ല ജീവിതം സൃഷ്ടിക്കാൻ കഴിയും, പക്ഷെ അതിന് ക്ഷമ അത്യാവശ്യമാണ്. കഠിനാധ്വാനം വേണം, നിയമങ്ങൾ പാലിച്ചിരിക്കണം, ഭാഷ പഠിച്ചിരിക്കണം, അനുയോജ്യമായ കഴിവുകൾ വികസിപ്പിച്ചെടുക്കണം. യൂറോ സമ്പാദിക്കാം എന്നൊരു ചിന്ത മാത്രം മതിയായില്ല. പുതിയൊരു രാജ്യത്തിൽ ജീവിതം പടുത്തുയർത്താനുള്ള നല്ലൊരു മനോഭാവമാണ് ഏറ്റവും ആവശ്യം. ഇനി ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. വിസ കിട്ടിയ ഉടൻ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ പാസ്പോർട്ട് കൈ കിട്ടിയാൽ ഉടൻ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? ടിക്കറ്റ് നോക്കാനല്ല, സെൽഫി എടുക്കാനുമല്ല, മറിച്ച് ആദ്യം നിങ്ങളുടെ വിസ ശരിയായിട്ട് ഒന്ന് പരിശോധിക്കുക. ചിലപ്പോൾ ചെറിയ ചില പിശകുകൾ സംഭവിക്കാം. പേരിൽ തെറ്റുണ്ടാകാം, പാസ്പോർട്ട് നമ്പറിനകത്ത് തെറ്റ് വരാം, ജനന തീയതിയിലും തെറ്റ് വരാം, അല്ലെങ്കിൽ വിസയുടെ കാലാവധി സംബന്ധിച്ച വിവരങ്ങളിലും വ്യത്യാസം വന്നേക്കാം. ഇവയൊക്കെ ചെറിയ കാര്യങ്ങളായിട്ട് ആദ്യം തോന്നും, പിന്നീട് വലിയ പ്രശ്നങ്ങൾ തന്നെ സൃഷ്ടിക്കാം. അതിനാൽ ശാന്തമായി ഇരുന്ന് എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് തന്നെ പരിശോധിക്കാം. ഇനി മറ്റൊരു കാര്യമാണ്, ഇറ്റലിയിൽ നിങ്ങൾ ഇറങ്ങുന്ന എയർപോർട്ട് ഏതാണ്? മിലാൻ, റോം, വെനീസ്, ബൊളോഞ്ഞ, നാപ്പോളി. ഇത് നിങ്ങളുടെ യാത്രാ ചെലവും സമയത്തിനെയും ബാധിക്കും. ഉദാഹരണത്തിന്, ജോലി വടക്കൻ ഇറ്റലിയിലാണെങ്കിൽ മിലാൻ എയർപോർട്ടായിരിക്കും കൂടുതൽ സൗകര്യപ്രദം. അതുപോലെ തെക്ക് ഇറ്റലി ആണെങ്കിൽ ജോലിക്ക് മറ്റൊരു റൂട്ടാണ് കൂടുതൽ അനുയോജ്യം. അതുകൊണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ തൊഴിലുടമയുമായി ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരു വ്യക്തത ഉണ്ടാക്കുക. ഇനി ഈ കാര്യത്തിൽ പലരും ചെയ്യുന്ന ഒരു തെറ്റാണ്, ചിലർ ടിക്കറ്റിന്റെ വെബ്സൈറ്റിൽ പോകുന്നു, ഏറ്റവും കുറഞ്ഞ ചിലവിലുള്ള ടിക്കറ്റുകൾ തിരഞ്ഞെടുക്കുന്നു. പക്ഷെ പിന്നീടാണ് അവർക്ക് മനസ്സിലാകുന്നത് 2 ട്രാൻസിറ്റുകളുണ്ട്, 18 മണിക്കൂർ കാത്തിരിക്കണം, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് ട്രാൻസിറ്റ് വിസ വേണം, അല്ലെങ്കിൽ അനുവദിച്ചിരിക്കുന്ന ലഗേജ് വളരെ കുറവാണ്. അതിനാൽ നിങ്ങൾ വില മാത്രം നോക്കാതെ യാത്രാ സമയം, ട്രാൻസിറ്റ് സമയം, ലഗേജ്, എയർലൈൻ വിശ്വസ്തത ഇവയെല്ലാം പരിഗണിക്കണം. ഇനി പലർക്കും സംഭവിക്കുന്ന മറ്റൊരു തെറ്റെന്താണെന്നറിയാവോ? 10 കിലോയിലധികം അടക്കം ഭക്ഷണ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ചിലർ ആവശ്യമില്ലാത്ത വസ്ത്രങ്ങൾ അടക്കം നിറയ്ക്കുന്നു. എന്നാൽ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്? ഇറ്റലിയിൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും, അതായത് നിങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ലഭ്യമാണ്. അതിനാൽ ഏറ്റവും പ്രധാനമെന്ന് തോന്നുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രേഖകളും അത്യാവശ്യമായ വസ്തുക്കൾക്കുമാണ് മുൻഗണന നൽകേണ്ടത്. ഇനി പലരും ചോദിക്കുന്ന മറ്റൊരു പ്രധാന ചോദ്യമാണ്, കയ്യിൽ എത്ര പണം വേണം? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എത്തിയ ഉടനെ തന്നെ ശമ്പളം ഒന്നും ലഭിക്കണമെന്നില്ല. ചിലപ്പോൾ ആദ്യ മാസം ശമ്പളം കുറച്ച് വൈകിയേക്കാം. അതുവരെ നിങ്ങളുടെ ഭക്ഷണം, യാത്ര, മൊബൈല്, മറ്റു ചിലവുകൾ, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ വഹിക്കേണ്ടി വരും. അതുകൊണ്ട് അടിയന്തരമായിട്ടുള്ള ഒരു ചിലവുകൾക്കായിട്ട് കുറച്ച് നിങ്ങൾക്ക് മാറ്റിവെക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ദിവസം ഒന്ന് നോക്കാം. നിങ്ങളെല്ലാം തയ്യാറായി, വിസ കയ്യിലുണ്ട്, തൊഴിലുടമയുമായി നല്ലതുപോലെ സംസാരിക്കുന്നുണ്ട്, താമസ സൗകര്യം ഉറപ്പാക്കി, രേഖകൾ സുരക്ഷിതമാക്കി, സാമ്പത്തിക പദ്ധതി തയ്യാറാക്കി, ഇനി ടിക്കറ്റ് ബുക്ക് ചെയ്യാം. പക്ഷേ ഓർക്കുക, ആ ടിക്കറ്റ് ഒരു വിമാനയാത്രയുടെ ടിക്കറ്റ് മാത്രമല്ല, ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായം തന്നെയാണ്. ആ ഒരു സമയം മുതൽ നിങ്ങളുടെ ജീവിതം മാറിത്തുടങ്ങും. ഇനി നമുക്ക് ഇറ്റലിയിലെ എയർപോർട്ടിൽ ഇറങ്ങിയ ആദ്യത്തെ 48 മണിക്കൂറുകൾ ഒന്ന് നോക്കാം. വിമാനം ലാൻഡ് ചെയ്തു, നിങ്ങൾ ആദ്യമായിട്ട് യൂറോപ്പിൽ കാലുകുത്തുന്നു. എയർപോർട്ടിലെ ആദ്യത്തെ ഇമിഗ്രേഷൻ ചെക്കിംഗ്, ഇമിഗ്രേഷൻ കൗണ്ടർ. ഇവിടെ ഉദ്യോഗസ്ഥർ കൃത്യമായി തന്നെ നിങ്ങളുടെ രേഖകൾ പരിശോധിക്കും. ഇതൊരു സാധാരണ നടപടിയാണ്, ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ തയ്യാറായിട്ടിരിക്കുക. ഇവിടെ അവർ മെയിനായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, എന്തിനാണ് ഇറ്റലിയിലേക്ക് വന്നത്, ഇവിടെ ഏത് കമ്പനിയിലാണ് ജോലി ചെയ്യാൻ പോകുന്നത്, എവിടെയാണ് താമസിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് കോൺട്രാക്റ്റ് ഉണ്ടോ? ഇതിനുള്ള മറുപടികൾ വ്യക്തവും ആത്മവിശ്വാസത്തോടും കൂടി തന്നെ നിങ്ങൾ നൽകിയിരിക്കണം. അനാവശ്യമായി കൂടുതൽ സംസാരിക്കേണ്ടതുമില്ല. ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകുക. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങളുടെ രേഖകളെല്ലാം എളുപ്പത്തിൽ തന്നെ ലഭിക്കുന്ന ഒരു സ്ഥലത്ത് തന്നെയായിരിക്കണം നിങ്ങൾ വയ്ക്കേണ്ടത്. അതിൽ നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടത് നിങ്ങളുടെ പാസ്പോർട്ട്, വിസ, വർക്ക് കോൺട്രാക്റ്റ്, എംപ്ലോയർ അഡ്രസ്സ്,
അക്കോമഡേഷൻ ഡീറ്റെയിൽസ്. ഇതൊരു ഫയലാക്കി തന്നെ എപ്പോഴും നിങ്ങളുടെ കൈവശം വയ്ക്കുക. ഇനി ഇതുപോലെ തന്നെ ആദ്യമായി യൂറോപ്പിലെ എയർപോർട്ട് കാണുന്ന പലർക്കും ഇത് വലിയൊരു അനുഭവമായിരിക്കാം. വലിയ ടെർമിനലുകൾ, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ, പുതിയ ഭാഷ, പുതിയ സംസ്കാരം എല്ലാം വ്യത്യസ്തമായി തോന്നും. ഈ ഒരു സമയത്ത് ചിലർക്ക് മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാം. ഇതെല്ലാം സ്വാഭാവികമാണ്. ഇനി ഇവിടെ എത്തിയ ഉടൻ പലരും അന്വേഷിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്നറിയാവോ? സിം എവിടെ കിട്ടും? എയർപോർട്ടിൽ തന്നെ ചില ഓപ്ഷനുകൾ ലഭിച്ചേക്കാം. പക്ഷേ ചിലപ്പോൾ നഗരത്തിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് മുടക്കേണ്ടതായിട്ടും വരാം. എന്നിരുന്നാൽ ആദ്യ ദിവസം കുടുംബവുമായിട്ട് ബന്ധപ്പെടാൻ ഒരു മാർഗമുണ്ടെന്ന് ഉറപ്പാക്കുക. ഇപ്പോൾ നിങ്ങൾ ഔദ്യോഗികമായി ഇറ്റലി പ്രവേശിച്ചു. ഇനി എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് നടക്കുന്നു. അവിടെയാണ് യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത്. ഇവിടെ നിങ്ങളെ സ്വീകരിക്കാൻ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാകും. പക്ഷെ ചിലപ്പോൾ ആരും വരില്ല. അത്തരം സാഹചര്യങ്ങളിലും ശാന്തത പാലിക്കുക. ആദ്യം തൊഴിലുടമയുമായിട്ട് ബന്ധപ്പെടുക. അങ്ങനെ നിങ്ങൾ ഒടുവിൽ നിങ്ങളുടെ താമസ സ്ഥലത്തെത്തുന്നു. ഇവിടെയാണ് പലരുടെയും പ്രതീക്ഷയും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം തുടങ്ങുന്നത്. സോഷ്യൽ മീഡിയ കണ്ട ജീവിതം ഒന്നായിരിക്കാം, യഥാർത്ഥ ജീവിതം മറ്റൊന്നുമായിരിക്കാം. ഇനി ഇവിടെ ആദ്യകാലത്ത് ചിലർക്ക് മറ്റുള്ളവരുമായിട്ട് മുറി പങ്കിടേണ്ടി വരും. ഇതെല്ലാം സാധാരണമാണ്. ഇനി ആദ്യ ദിവസം സാധാരണയായിട്ട് യാത്രയും വിശ്രമവും ഒക്കെയാണ്. പക്ഷെ അടുത്ത ദിവസം മുതൽ യഥാർത്ഥ ജീവിതമാണ് ആരംഭിക്കുന്നത്. നിങ്ങളുടെ ജോലി, രേഖകൾ, പെർമിസോ ദി സൊജോർണോ, കോഡിce ഫിസ്കാലെ, പുതിയ സുഹൃത്തുക്കൾ, പുതിയ ഭാഷ, പുതിയ നിയമങ്ങൾ എല്ലാം നിങ്ങളെ കാത്തിരിക്കുന്നു. ശരിക്കും ഈ ഒരു ആദ്യത്തെ ആഴ്ചയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്നറിയോ? ഞാനിവിടെ ഒരു ജോലിക്ക് വന്നതാണ്. ജോലി തുടങ്ങിയാൽ മതി. പക്ഷേ യാഥാർത്ഥ്യം അതിലും വലുതാണ്. ആദ്യത്തെ ആഴ്ചയിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിയമപരമായിട്ടുള്ള രേഖകൾ തയ്യാറാക്കുക, തൊഴിലുടമയുമായിട്ട് ബന്ധമുറപ്പിക്കുക, താമസ സൗകര്യം സ്ഥിരപ്പെടുത്തുക, പ്രാദേശിക സംവിധാനങ്ങൾ മനസ്സിലാക്കുക, ഭാവി ജീവിതത്തിനുള്ള അടിത്തറ തന്നെ ഉണ്ടാക്കുക. ഇതെല്ലാം ശരിയായി ചെയ്താൽ ഇറ്റലിയിലെ നിങ്ങളുടെ തുടർന്നുള്ള ലൈഫ് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം പെർമിസോ ദി സൊജോർണോ. പുതിയതായി എത്തുന്ന ആളുകൾ ആദ്യം ഇതിൻ്റെ പ്രാധാന്യം ഒന്നും മനസ്സിലാക്കാറില്ല. പക്ഷെ പിന്നീട് അതിൻ്റെ വില മനസ്സിലാകും. ലളിതമായി പറഞ്ഞാൽ ഇറ്റലിയിൽ നിയമപരമായി താമസിക്കാനുള്ള പ്രധാനമായിട്ടുള്ള രേഖകളിലൊന്നാണിത്. ഇതില്ലാതെ പല ഔദ്യോഗിക നടപടികളും ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് എത്തിയ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ തൊഴിലുടമയുമായി തുടങ്ങുക. ഇനി ഇത് എടുക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ തന്നെയുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് ആവശ്യം, എത്ര ദിവസത്തിനുള്ളിൽ തന്നെ ഇത് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ അതിൽ നൽകിയിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇനിയുള്ളതാണ് കോഡിce ഫിസ്കാലെ. ഇറ്റലിയിലെ നിങ്ങളുടെ തിരിച്ചറിയൽ, ഇന്ത്യയിലെ പാൻ കാർഡ്, ആധാർ എന്നിവയൊക്കെ പോലെ തന്നെ പ്രാധാന്യമുള്ളത്. ഇനി നിങ്ങളുടെ ജോലി സ്ഥലത്തെ ആദ്യത്തെ ദിവസം. പുതിയ ആളുകൾ, പുതിയ ഭാഷ, പുതിയ നിയമങ്ങൾ, പുതിയ മെഷീനുകൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പുതിയത്. ആദ്യ ആഴ്ചയിൽ ഇതിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് നിൽക്കുക ഇറ്റാലിയൻ ഭാഷ തന്നെ ആയിരിക്കാം. അതുകൊണ്ട് ഇറ്റലിയിലേക്ക് വരാൻ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഒട്ടും വൈകിയിട്ടില്ല, ഇപ്പോൾ തന്നെ നിങ്ങൾ ഇറ്റാലിയൻ ഭാഷ പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോകൾ നമ്മുടെ ചാനൽ തന്നെയുണ്ട്. മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലാംഗ്വേജ് വീഡിയോകൾ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇറ്റാലിയൻ ഭാഷ ഒട്ടും വൈകാതെ പഠിച്ചു തുടങ്ങുക. ഇനി പുതിയതായിട്ട് എത്തുന്ന ആളുകൾ പെട്ടുപോകുന്ന ചില വഴികൾ കൂടിയുണ്ട്. അതുകൂടി ഞാനിവിടെ പറഞ്ഞു വയ്ക്കാം. ചിലർ നിങ്ങളുടെ അടുത്ത് കൂടി ഞാനെല്ലാം ശരിയാക്കി തരാം, നിനക്ക് കൂടുതൽ ശമ്പളം കിട്ടുന്ന ജോലി ഞാൻ ആക്കി തരാം, ഇവിടെ രേഖയുടെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് അടുത്തുകൂടാം. പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. ഇറ്റലിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ വരുന്ന വിവരങ്ങൾ മാത്രം വിശ്വസിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഇതിന് നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടത് ഇറ്റാലിയൻ ഭാഷ തന്നെയാണ്. ഇറ്റലിയിൽ വിജയിക്കാൻ വിസ മാത്രം മതിയാവില്ല, ജോലി മാത്രം പോരാ, പണവും പോരാ. ഭാഷയാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി. ശരിക്കും ഇറ്റാലിയൻ ഭാഷ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളുടെ ജോലി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, സമൂഹത്തിൽ ഉൾപ്പെടുത്തുന്നു, ഭാവിയിൽ കൂടുതൽ അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഇനി എല്ലായിടത്തും ഭാഷ മാത്രം പോരാട്ടോ. ഇറ്റലിയിലെ സ്ഥിരതയോടെ ജീവിക്കാൻ നിയമപരമായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ ആ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കേട്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി.
ഇറ്റലിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയ്ക്ക് മറക്കാതെ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും ഒത്തിരി നന്ദി. ഗ്രാസിയെ, അരിവതർച്ചി.